ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അതെ, ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ഉള്ളതും എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ, അതായത് ഒരു 5 മിനിറ്റ് താഴെ സമയം കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം ഒന്ന് പറയുകയും ചെയ്യണം. പിന്നെ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് അളവിൽ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ പരിപ്പിനെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാവേ. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ കഴുകിയെടുത്ത് ഞാൻ ഇതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരിപ്പിൻ്റെ കൂടെ നമ്മൾ ഈ പരിപ്പ് കറിക്ക് വേണ്ടി ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിൽ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു 3 പച്ചമുളക് നടുവേക്ക് കീറി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഒരു 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പരിപ്പ് എടുത്തുകൊണ്ട് 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് കരിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കുക്കറ് എൻ്റെ പരിപ്പിന് ഞാനൊരു 4 വിസിലാണ് കേട്ടോ ഇവിടെ കേട്ടത്. 4 വിസിലായപ്പോഴും പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വന്ന് ഇതിനെ നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ച് അതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പരിപ്പൊക്കെ വെന്ത് നല്ല സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നല്ലതായിട്ട് കുറുകി പരിപ്പും തക്കാളി എല്ലാം കൂടെ വെന്ത് നല്ല സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കണേ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു ചെറിയ ചീൻചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ സെറ്റായി വന്നപ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും ഒരു 5 ക്ലോവ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുത്ത് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു 8 ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതും അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഈ ചെറിയ ഉള്ളിയും ഇതും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇത് കുറച്ച് സമയം എടുക്കുക ചെറിയ ഉള്ളി ഒന്ന് ആയി വരാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 2 വറ്റൽമുളകും കൂടെ ചെറുതായിട്ട് കീറിയത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെയും കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വറ്റൽമുളകും ഉള്ളിയെല്ലാം നന്നായിട്ട് ജീരകവും എല്ലാം നന്നായിട്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം ഇതിനകത്തേക്ക് നമുക്ക് ഇനി കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ആ കരിവേപ്പിലയും കൂടെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഒരു 2 പിഞ്ച് അളവിൽ കായപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആ കായപ്പൊടിയും കൂടി ഇട്ട് ഇതിനെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയിലേക്കുള്ള വറവ് ഇവിടെ റെഡി ആയിട്ടാ ഇപ്പം. അപ്പോൾ ഇനി ഇതിന് നമുക്ക് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സെറ്റായി വന്നിരിക്കുന്ന പരിപ്പ് കറിയിലേക്ക് നമുക്ക് നമ്മുടെ വറവൊക്കെ ഇനി ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. അത് ഒഴിച്ചു കൊടുത്തിപ്പോൾ ഒരു നല്ല മണമുണ്ട് കേട്ടോ. ഈ മണം മതി നമുക്ക് ചോറും ചപ്പാത്തി എല്ലാം കഴിക്കാനേ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് ഇപ്പം തന്നെ ഇനി ഇളക്കരുത്. ഇനി ഇതിനെ നമുക്ക് കുറച്ച് സമയം ഒന്ന് ഇവിടെ മൂടി വയ്ക്കാവേ. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഇളക്കി കറി കൂട്ടുന്നതായിരിക്കും ഒന്ന് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിനെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാവേ. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ഇളക്കി ഞാൻ പറഞ്ഞതുപോലെ ആ മണം ഇപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള ആ ഒരു മണം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറി ഇവിടെ നല്ലതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി കുറച്ച് ഒരു കൊറിയാണ്ടർ ലീഫും കൂടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊറിയാണ്ടർ ലീഫും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവലാകും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ല കറിയെല്ലാം ഇപ്പോൾ നോക്കി ഈ കറി നല്ല തിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ ഇത്. എന്തായാലും ഞാനിതിവിടെ ട്രൈ ചെയ്യുന്നത് നമ്മുടെ മൾട്ടിഗ്രെയിൻ ദോശയുടെ കൂട്ടത്തിലാണ് കേട്ടോ. ഈ ദോശയുടെ കൂട്ടത്തിലും ഈ പരിപ്പ് കറി നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണേ.
പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.